വെൽക്കം ബാക്ക് ടു ചാനൽ. ഞാൻ വന്നേക്കുന്നത് ഒരു സിമ്പിൾ ക്രാഫ്റ്റുമായിട്ടാണ്. അതിനായി ഇങ്ങനെ കുറച്ച് ബോട്ടിൽസിൻ്റെ ഐസ്ക്രീം ബോട്ടിൽസിൻ്റെ അടപ്പാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ അടപ്പും പെയിൻറ്റ് ചെയ്തെടുക്കണം. അടുത്തതായി കുറച്ച് പിസ്തയുടെ തോടാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗോൾഡൻ കളർ ചെയ്തെടുക്കാം. ഇനി എടുത്തേക്കുന്നത് കുറച്ച് മുളകിൻ തണ്ടാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബ്ലാക്ക് കളർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്ക് ബോട്ടിൽ ക്യാപ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അത് നമുക്ക് ഇത് വെച്ച് ഒരു ഫ്ലവറാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇത് നന്നായി ബോട്ടിൽ ക്യാപ്പ് നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്ലവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ ബോട്ടിലിൻ്റെ ക്യാപ്പിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ഗ്ലൂ ഗൺ ഇല്ലാത്തവർക്ക് ഫെവിക്കോളും യൂസ് ചെയ്ത് ഒട്ടിക്കാവുന്നതാണ്. ഇത് പെട്ടെന്ന് സ്റ്റിക്കാകും. അപ്പോൾ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഇതുപോലൊരു ഗോൾഡൻ മുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദേ കണ്ടോ, ഇതുപോലെ ഒരു ഷേപ്പിലാണ് നമ്മൾ ഫ്ലവർ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു അടപ്പിൽ നമുക്കൊരു 3 ഫ്ലവറൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. മറ്റേ 2 അടപ്പുകൾ കുറച്ചും കൂടി വലിപ്പം കുറവായതിനാൽ നമുക്ക് അതിൽ ഇതുപോലെ ഓരോരോ ഫ്ലവേഴ്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേ കണ്ടോ, ഇതുപോലെ ഒരെണ്ണം ചെയ്തെടുത്തു. ഇതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് അടപ്പുകളും ചെയ്തെടുക്കാം. അപ്പം ദേ നോക്കിക്കേ, ഒരു ഫ്ലവർ നമുക്ക് ഈ അടപ്പിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ അടപ്പിലും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിനായി ഞാനൊരു ത്രെഡ് എടുത്തിട്ടാണ് ഇത് അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലൊരു ഗോൾഡൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെയ്തു വെച്ച ഓരോരോ ക്യാപ്പായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് വെക്കാൻ വേണ്ടി പിസ്ത ഷെല്ല് കൊണ്ട് തന്നെ ഒരു ഫ്ലവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് താഴ്ഭാഗത്ത് ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ ഈ വർക്ക് കംപ്ലീറ്റ് ആയി. ഇത് നോക്കിക്കേ, നല്ല ഭംഗിയില്ലേ കാണാൻ. നമ്മൾ വെറുതെ കളയുന്ന മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇത്രയും നല്ലൊരു വാൾ ഡെക്കർ ചെയ്തെടുത്തേക്കുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും മറ്റൊരു സിമ്പിൾ ക്രാഫ്റ്റുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.